കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം അമ്മ നാട്ടിലെത്തിയതിനു ശേഷം. തുർക്കിയിലുള്ള അമ്മ സുജ നാളെ നാട്ടിലെത്തും. അതേസമയം അപകടത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. ബാലാവകാശ കമ്മീഷൻ ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തും. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, സംഭവത്തിൽ ഇന്ന് ABVP KSU പ്രതിഷേധം നടത്തുമെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. സംഘർഷ സാധ്യതയുണ്ടോ? കൂടാതെ കഴിഞ്ഞ ദിവസം V ശിവൻകുട്ടി പറഞ്ഞത് മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് തന്നെയാണ്. വിശദാംശങ്ങൾ. അജുന, കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിൽ തന്നെ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്നതിലേക്ക് കടക്കുക. അതിനനുസരിച്ചായിരിക്കും ഈ നടപടി സ്വീകരിക്കുക. അതേസമയം തന്നെ ഇന്ന് സ്കൂളിൽ വിവിധ വകുപ്പുകൾ, പ്രധാന 3 വകുപ്പുകളുടെ അന്വേഷണം, പരിശോധനകൾ നടത്തും. ഇന്ന് സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ സ്കൂളിലെത്തി പരിശോധന നടത്തും. അതുപോലെ തന്നെ പോലീസും ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തും. പ്രധാന അധ്യാപകരെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴിയും രേഖപ്പെടുത്തും. നിലവിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഇതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്രമായ അന്വേഷണവും ഇന്ന് നടക്കും. എന്തായാലും ഈ വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഒരു ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രധാന വിദ്യാഭ്യാസ സംഘടനകളെല്ലാം തന്നെ KSUയും ABVP ഫെറ്റേണിറ്റി എന്നീ സംഘടനകളും വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയം, വെറും 13 വയസ്സ് മാത്രമുള്ള ഈ വിദ്യാർത്ഥി മരിച്ച സംഭവം അതിലെ യഥാർത്ഥ ഉത്തരവാദി കണ്ടെത്താനുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ തുറക്കൽ മാർഗരേഖ അവഗണിച്ചോ എന്നതിലേക്കും ഒരു അന്വേഷണം ഉണ്ടാകും. അതേസമയം തന്നെ ഈ മരിച്ച മിഥുന്റെ മൃതദേഹം നിലവിൽ ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും ഈ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രധാനമായും ഈ തുർക്കിയിലുള്ള വിദേശത്തുള്ള അമ്മ നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കുക എന്നതാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ഇന്നലെ മരിച്ച ഈ 13 വയസ്സുകാരനായിട്ടുള്ള മിഥുന്റെ മൃതദേഹമുള്ളത്. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിയിച്ചിട്ടുണ്ട്. ഈ വീഴ്ച സംഭവിച്ചവർക്ക് അല്ലെങ്കിൽ വീഴ്ച പറ്റിയവർക്കെതിരെ കർശന നടപടി, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും കൂടി ഇപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നലെ അപകടത്തിന് കാരണമായ വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ച് എന്നതിനനുസരിച്ച് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അജുന, തീർച്ചയായും സിസ്റ്റം ഫെയിൽഡിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് 13 വയസ്സുകാരന്റെ ജീവനാണ്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം അമ്മ നാട്ടിലെത്തിയതിനു ശേഷമാണ്. തുർക്കിയിലുള്ള അമ്മ സുജ നാളെ നാട്ടിലെത്തും. അതേസമയം അപകടത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. ബാലാവകാശ കമ്മീഷൻ സ്കൂളിലെത്തി പരിശോധനയും നടത്തും. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.